ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫെമീസ് ഫുഡ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സമ്മർ വെക്കേഷനിൽ നമ്മളൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു മലപ്പുറത്തേക്ക്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ബാക്കിയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറത്ത് ബ്രദറിന്റെ വീട്ടിലാണ്. അപ്പോൾ അവിടെ നമ്മളൊരു 4 days ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ കാസർഗോഡേക്ക് എൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 5:30-6 മണിക്ക് നമ്മൾ ബസ്സിൽ കോഴിക്കോടേക്ക് പോയിട്ട് അവിടുന്ന് കാസർഗോഡ് ട്രെയിനിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെളുപ്പിനെ എണീറ്റു. ഇവിടുന്ന് എല്ലാവരും റെഡിയായിട്ട് അങ്ങനെ ഇറങ്ങുകയാണ്. ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മക്കളൊക്കെ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോവാണല്ലോ, അപ്പോൾ യാത്ര പറച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ്. അങ്ങനെ രാവിലെ തന്നെ കസിൻ എത്തിയിട്ടുണ്ട് ഞങ്ങളെ കൂട്ടാനായിട്ട്. അപ്പോൾ കസിൻ്റെ ഓട്ടോയിലാണ് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോയത്. നമ്മൾ ചെറിയ ഒരു കണ്ടുമുട്ടലായാലും വലുതായാലും എന്ത് തന്നെ ആയാലും യാത്ര പറച്ചിലൊക്കെ ഒരു സങ്കടം തന്നെയാണ്. ഇപ്പോൾ മക്കൾക്കൊക്കെ നല്ല വിഷമമുണ്ട് നമ്മൾ പോകണമെന്ന് പറഞ്ഞപ്പം. അപ്പോൾ പിന്നെ രാവിലെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കസിൻ്റെ ഓട്ടോയിൽ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് കേട്ടോ. പൂക്കോട്ടുംപാടം ബസ് സ്റ്റോപ്പിലേക്കാണ് പോയത്. അങ്ങനെ ബ്രദറിന്റെ ഓട്ടോയിൽ ബാഗേജസ് ഒക്കെ എടുത്തു വെച്ചിട്ട് അങ്ങനെ പറമ്പയിൽ നിന്ന് നമ്മളിതാ യാത്ര പറയുകയാണ്. പിന്നെ ഇപ്പൊ നേരെ പൂക്കോട്ടുംപാടത്ത് പോയിട്ട് അവിടുന്ന് ബസ് കയറാന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നോക്കിയപ്പം ഫുള്ള് ഫില്ലായിരുന്നു കേട്ടോ. നമ്മൾ വന്ദേ ഭാരതും അല്ലാതെ ലോക്കലും എല്ലാം ഒന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ട്രെയിൻ ടിക്കറ്റ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് പിന്നെ നേരെ ബസ്സിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു കാസർഗോഡേക്ക്. അങ്ങനെ നമ്മൾ പൂക്കോട്ടുംപാടത്ത് എത്തിയപ്പോഴേക്കും ബസ് കിട്ടി. അങ്ങനെ കോഴിക്കോടേക്ക് നമ്മൾ ബസ്സിൽ കയറി. അങ്ങനെ നമ്മളെ യാത്രയാക്കിയിട്ട് കസിൻ പോവുകയാണ്. വിചാരിച്ച പോലെയല്ല, നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 സീറ്റ് ഒരുമിച്ചുള്ളതിൽ ഞാനും ഇക്കായും ഇരുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ മക്കളും ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിതാ പൂക്കോട്ടുംപാടത്ത് നിന്ന് നേരെ കോഴിക്കോട്ടേക്കുള്ള ബസ് യാത്രയിലാണ്. നല്ല അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു അങ്ങനെ ബസ്സിലുള്ള ഒരു നീണ്ട യാത്ര. ഇടയ്ക്ക് ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കോഴിക്കോടേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം 8:30-9 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ടൈമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇനി ട്രെയിനിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെയുള്ള ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ അവിടെ പൊറോട്ടയും ഫിഷ് കറിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ രാവിലെ അങ്ങനെ ഫിഷ് കറിയൊന്നും കഴിക്കുന്ന കൂട്ടത്തിലല്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഉള്ളത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓർഡർ ചെയ്തു. അപ്പോൾ പൊറോട്ടയുടെ കൂടെ ആ ഒരു ഫിഷ് കറി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല. നമ്മുടെ ഫിഷിൻ്റെ സാധാരണ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല മുളകിട്ട കറി ആയതുകൊണ്ടായിരിക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ആ പൊറോട്ടയുടെ ഒപ്പം ചൂട് ഫിഷ് കറി കഴിച്ചപ്പോൾ. പിന്നെ നമ്മൾ ഓരോ ചായയും കുടിച്ചതിന് ശേഷം നേരെ കാസർഗോഡേക്കുള്ള ട്രെയിനിൽ കയറി. അപ്പോൾ നേരത്തെ തന്നെ ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്യാത്തതുകൊണ്ടാവാം നല്ല തിരക്കായിരുന്നു ട്രെയിനിൽ. അപ്പോൾ നമുക്ക് ഇരിക്കാനായിട്ട് സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും മോളും കൂടിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് ഇവിടെ. അപ്പോൾ നിന്ന് തന്നെയാണ് കേട്ടോ കുറേ ദൂരം യാത്ര ചെയ്തത്. പിന്നെ നമുക്ക് പയ്യന്നൂരൊക്കെ എത്തിയപ്പോഴാണ് സീറ്റ് കിട്ടിയത്. പിന്നെ പകൽ യാത്ര ആയതുകൊണ്ട് മുകളിലത്തെ ആ ഒരു ബെർത്ത് ഒഴിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് ചെറിയ മോളെയും കൂടെ അവിടെ ഇരുത്തി. അങ്ങനെ അവൾക്ക് ഇരിക്കാൻ പറ്റി. പിന്നെ നമ്മളങ്ങനെ നിന്നിട്ട് യാത്ര ചെയ്തു. അങ്ങനെ കാഞ്ഞങ്ങാടൊക്കെ കഴിഞ്ഞ് കാസർഗോഡ് എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാസർഗോഡ് എത്തുന്നതിന് മുമ്പുള്ള ഒരു അടയാളം എന്താണെന്ന് വെച്ചാൽ ഒരു തുരങ്കമുണ്ട്. ഒരു 3-4 സെക്കൻഡ് കുറച്ച് നേരം ഒന്ന് ഇരുട്ടാവും. അപ്പോൾ ആ ഒരു തുരങ്കമാണ് കേട്ടോ നമ്മുടെ കാസർഗോഡ് എത്തുന്നതിന് മുമ്പുള്ള അടയാളം. അപ്പോൾ ആ ഒരു സമയത്ത് ബാഗൊക്കെ റെഡിയാക്കി വെക്കുക. കാരണം കാസർഗോഡ് അധികം നേരം ആ ഒരു സ്റ്റോപ്പിൽ നിർത്തില്ല.
1 മിനിറ്റ് ഒക്കെയാണ് മുമ്പ് ഉണ്ടായിരുന്നത്. ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പൊ ഇതാണ് ആ ഒരു തുരങ്കം. അപ്പോൾ കുറച്ച് സമയത്തേക്ക് കംപ്ലീറ്റ് ഇരുട്ടായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ കാസർഗോഡ് നമ്മൾ എത്തി. അപ്പോൾ അങ്ങനെ പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങി. അപ്പോൾ അവിടെ കുറച്ച് നേരം വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ടാക്സിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓട്ടോയോ നമ്മൾ പിടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. മുമ്പൊക്കെ നമ്മൾ ഇതുപോലെ കാസർഗോഡ് വന്നിറങ്ങുമ്പം വാപ്പ കാറുമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു നമ്മളെ കാത്ത്. ഇപ്പോൾ വാപ്പ ഇല്ലാത്ത ആ ഒരു എന്താ പറയുക, അങ്ങനെ വന്നിറങ്ങുമ്പം ഭയങ്കര സങ്കടമാണ് മനസ്സിൽ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇടയ്ക്ക് ഉമ്മായെ വിളിച്ച് പറഞ്ഞു ഇതുപോലെ നമ്മൾ എത്തിയിട്ടുണ്ട് എന്നൊക്കെ, ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഒരു 2 മണിയൊക്കെ ആയി കേട്ടോ നമ്മൾ എത്തിയപ്പോഴേക്കും. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് ഫുഡൊന്നും കഴിക്കണ്ട, ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഇവിടെ വന്ന് കഴിക്കാം എന്നൊക്കെ ഉമ്മ വിളിച്ച് പറഞ്ഞു. അപ്പോൾ പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉമ്മക്ക് വാങ്ങിയിട്ട് പോകാമെന്ന് കരുതിയിട്ട് ഇക്കായും മോളും കൂടി അവിടെ നമ്മൾ ചെർക്കളയുള്ള ഒരു ഫ്രൂട്ട്സ് കടയിലാണ് കേട്ടോ ഇറങ്ങിയത്. അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് ഓട്ടോയിൽ തന്നെ നമ്മളിതാ കയറി. എന്നിട്ടിതാ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാസർഗോഡ്. ഇപ്പോൾ മുമ്പൊക്കെ ഇവിടെ കടകളും കാര്യങ്ങളും ഒന്നും ഇത്രയധികം ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് വികസനം ഉണ്ടായിട്ടുണ്ട്. കാസർഗോഡും നല്ല ടൗണും ഒക്കെ ആയി. ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ചേടിക്കാനെയും ചെറലെടുക്കുകയും ഒക്കെ കഴിഞ്ഞ് മൊത്തം അടുക്കയാണ് കേട്ടോ. നമ്മുടെ സ്ഥലങ്ങളൊക്കെ അങ്ങനെയാണ് കാസർഗോഡ് ഉള്ളത്. അടുക്ക ചേർത്താണ് പറയാറുള്ളത്. അപ്പോൾ നമ്മൾ ബദിയടുക്കയിലോട്ട് എത്തുകയാണ്. അപ്പോൾ ബദിയടുക്ക എത്തേണ്ട അതിന് തൊട്ട് മുമ്പുള്ള സ്ഥലമാണ് നമ്മളെ വീടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ജംഗ്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. ഒരുപാട് കടകളൊന്നുമില്ല, എന്നാലും ഒരു ചെറിയ കടയുണ്ട്. പക്ഷെ അവിടെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു കടയാണിത്. പിന്നെ സ്റ്റിച്ചിങ് സെൻറ്റർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങണമെങ്കിൽ തൊട്ടടുത്തുള്ള ടൗണായ ബദിയടുക്ക തന്നെ പോകണം. അങ്ങനെ ഈ ഒരു കട്ട് റോഡിലൂടെ കയറി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് പോണ വഴിയായി. പിന്നെ നമ്മളെ വീട് ഒരു കുത്തനെയുള്ള ഇറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ക്യാമറ നല്ലോണം ഷെയ്ക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഉമ്മ നമ്മളെ കാത്ത് പുറത്ത് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ തൊട്ടടുത്ത്, ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഒരു കോളനി പോലെയാണ്, അടുത്തടുത്ത് വീടുകളായിട്ടുണ്ട് ഇപ്പോൾ. മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ, നമ്മൾ മാത്രമായിരുന്നു ഇവിടെ. ഇപ്പോൾ ഒരുപാട് പേര് വന്ന് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ നല്ല അടിപൊളി തണ്ണിമത്തൻ ജ്യൂസൊക്കെ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ലെമണും തണ്ണിമത്തനും ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസ്. അപ്പോൾ നല്ല ചൂട് സമയത്താണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ അങ്ങനെ ഒരു ജ്യൂസൊക്കെ കുടിച്ചപ്പം നല്ല ഫ്രഷായി. ഇനിയിപ്പോൾ നമ്മൾ കുളിച്ച് റെഡി ആയതിന് ശേഷം ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. 2 മണിയൊക്കെ ആയിട്ടുണ്ടല്ലോ, നമ്മളപ്പോൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഉമ്മ നല്ല മട്ടൻ കുറുമയും, പിന്നെ കുറുമയല്ല കേട്ടോ, ചാപ്സാണ്. മട്ടൻ്റെ ചാപ്സും പിന്നെ സാലഡും കാബേജ് ഉപ്പേരിയും പപ്പടവും ഒക്കെ ആയിട്ട് നല്ല ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ ഉണ്ടാക്കണ ഭക്ഷണത്തിൻ്റെ സ്വാദ് ഏത് ഹോട്ടലിൽ നിന്ന് കഴിച്ചാലും നമുക്ക് കിട്ടൂലല്ലോ. അപ്പോൾ അത്ര രുചിയായിരുന്നു. അപ്പോൾ അതിങ്ങനെ കഴിച്ചതിൻ്റെ ഓർമ്മ എനിക്കിപ്പോൾ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇങ്ങനെ വരികയാണ്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ അടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉമ്മ അരിഞ്ഞ് തന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. ഒന്ന് ഉറങ്ങിയതിന് ശേഷം എണീറ്റിട്ട് ഞാൻ ഉമ്മാനോട് സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉമ്മാക്ക് പറയാനുണ്ടാവും. അപ്പോൾ അതുപോലെ എനിക്ക് കേൾക്കാനും, അങ്ങനെ നമ്മളങ്ങനെ കുറേ നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ഈ ഒരു റെയ്നോൾഡ്സ് പേന ഇപ്പോഴും ഉപയോഗിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഉമ്മ ഇതൊക്കെ ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഉമ്മായോടൊപ്പം സംസാരിച്ചിരുന്ന സമയത്ത് പിന്നെ തേങ്ങ അടക്കാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു 3-4 തെങ്ങുണ്ട്. അതിൽ നിറച്ചും തേങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ മുമ്പ് ഉമ്മച്ചി എൻ്റെ കൂടെ ആയിരുന്നു. ആ ഒരു സമയത്ത് തെങ്ങൊക്കെ അങ്ങനെ നശിച്ചു പോയി. അപ്പോൾ ഇപ്പോൾ ഉമ്മ പോയിട്ട് അതിൽ വെള്ളവും വളവും ഒക്കെ ഇട്ട് കൊടുത്തപ്പം ശരിക്കും തേങ്ങ കായ്ച്ചു.
അപ്പോൾ അത് അടക്കാനായിട്ട് ആൾ വന്നതാണ്. അങ്ങനെ അതാ തേങ്ങയെല്ലാം അടത്തിട്ടു. അപ്പോൾ എൻ്റെ മോളും ഉമ്മായും ഞാനും കൂടിയിട്ട് പിന്നെ അതിങ്ങനെ എടുത്ത് ഒതുക്കുകയാണ്. തേങ്ങയൊക്കെ പറക്കി കൂട്ടി ഒരു സ്ഥലത്ത് കൊണ്ടിടുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു തെങ്ങ്. മാഷാഅല്ലാഹ് ശരിക്കും കായ്ക്കുന്ന ഒരു തെങ്ങാണ് കേട്ടോ ഇത്. പിന്നെ അതാ ഉമ്മ ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞിലേ ഉള്ള ഒരു പ്ലാവാണ് കേട്ടോ ഇതിൽ. ഇപ്പോഴും ചക്ക ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ വരിക്ക ചക്കയാണ് കേട്ടോ. അപ്പോൾ താഴെന്ന് തന്നെ ശരിക്കും ചക്ക കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ പോണതിന് മുമ്പ് ഇത് ഓക്കെ ആവുകയാണെങ്കിൽ പഴുക്കുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാമെന്നൊക്കെ ഉമ്മ പറഞ്ഞു. പിന്നെ കസ്റ്റാർഡ് ആപ്പിളും മറ്റേ നമ്മുടെ ഈ മുള്ളാത്ത ഇല്ലേ അതൊക്കെ റെഡിയായിട്ട് ശരിക്കും നിൽപ്പുണ്ട്. തേങ്ങയൊക്കെ പറക്കി നമ്മൾ ഒതുക്കിയിട്ടു. അതിനുശേഷം പിന്നെ ദാ ഉമ്മാടെ ചെടികളും കാര്യങ്ങളൊക്കെ വെറുതെ ഒന്ന് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. ഇതാണ് നമ്മുടെ കാസർഗോഡത്തെ വീട്. ഇപ്പൊ മുറ്റത്ത് തന്നെ നിറയെ ചെടികളും മരങ്ങളും ഒക്കെയാണ്. അപ്പൊ ഇപ്പോൾ സപ്പോട്ടയും ഒരുപാട് കായ്ച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ചെറുത് ആണ് ഇപ്പോൾ ഉള്ളത്. ഇടയ്ക്കൊക്കെ വലുതുണ്ട്. അപ്പൊ ഞാൻ 2-3 പറിച്ചു വെച്ചു പഴുപ്പിക്കാനായിട്ട്. അപ്പൊ ഇതാ പാകമായിട്ട് വരുന്നതേ ഉള്ളൂ. ഈ ഒരു വലിപ്പത്തിൽ ശരിക്കും കായ്ച്ചു കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് നല്ല മധുരമുള്ള ഒരു ടൈപ്പാണ് കേട്ടോ ഈ ഒരു ചിക്കൂസ്. പിന്നെ ദാ മാവിലാണെങ്കിൽ ശരിക്കും മാങ്ങ കിടപ്പുണ്ട്. അപ്പൊ ഉമ്മ 2 മാങ്ങ എന്തായാലും പറിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമുക്ക് ഉപ്പും മുളകും ഒക്കെ കൂട്ടി കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പറിക്കുകയാണ്. കിളിച്ചുണ്ടൻ മാമ്പഴമാണ് കേട്ടോ ഇത്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ പെട്ടെന്ന് തന്നെ പുഴു കയറുന്ന ഒരു ടൈപ്പ് മാങ്ങയാണ് കേട്ടോ. അപ്പൊ ദാ ഉമ്മ അതൊക്കെ പറിച്ചു തരികയാണ്. അപ്പൊ നമ്മുടെ സ്വന്തം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാജകുമാരിയെ പോലെ ആണല്ലോ. നമ്മളെ ഒരു പണിയും എടുക്കാനും വിടൂല. ഉമ്മാണെങ്കിൽ അത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ പോയി റെസ്റ്റ് എടുക്ക് എന്നൊക്കെ പറയും. എന്നാലും കേൾക്കാൻ കൂട്ടാക്കാറില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിക്കൊടുക്കും. പിന്നെ കായ്കനികളൊക്കെ പറിച്ചു തരാനും അത് അരിഞ്ഞു തരാനും കുക്ക് ചെയ്ത് തരാനും ഒക്കെ ഉമ്മാക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതങ്ങനെ എൻജോയ് ചെയ്ത് അങ്ങനെ നമ്മൾ കഴിക്കലാണ്. ഒരു മാങ്ങ പിന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കി കേട്ടോ. ഒരു രക്ഷയില്ല, ഭയങ്കര പുളിയായിരുന്നു. പിന്നെ 1-2 കഷ്ണം കഴിച്ചതിന് ശേഷം ബാക്കി മീൻ കറിയിലോ ഏതെങ്കിലും കറിയിലോ ഒക്കെ ഇടാന്ന് എഴുതിയിട്ട് അങ്ങനെ മാറ്റി വെച്ചു. എൻ്റെ വീട്ടിൽ പിന്നെ വന്നു കഴിഞ്ഞാൽ മെയിൻ പണി ഉമ്മായോട് സംസാരിച്ചിരിക്കൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്നിട്ട് ഇനിയിപ്പോൾ മഗ്‌രിബായപ്പം നമ്മൾ പിന്നെ നിസ്കാരവും ഓതലും കാര്യങ്ങളൊക്കെ ആയി. അത് കഴിഞ്ഞ് പിന്നെ ദാ ഉമ്മ ചായയൊക്കെ റെഡിയാക്കി തന്നു. പിന്നെ എല്ലാവരും കൂടിയിട്ട് ചായ കുടിക്കലാണ്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇക്കായും മക്കളും കൂടിയിട്ട് ടിവിയിൽ ന്യൂസൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരുന്നു. ഞാൻ ഉമ്മയുടെ കൂടെ കിച്ചണിൽ കയറി. പിന്നെ നൈറ്റ് ഫുഡ് നല്ല ദോശയും പിന്നെ ഉച്ചക്കത്തെ ആ ഒരു മട്ടൻ കറി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് ചൂടാക്കിയിട്ട് ഉപയോഗിച്ചത്. എന്നിട്ട് ഉമ്മയുടെ ഒപ്പം അങ്ങനെ ഉമ്മ ദോശയൊക്കെ റെഡിയാക്കുന്നതിനിടയിൽ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നു. ഒരു പണിയും എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ അങ്ങ് ഇടിച്ചു കയറി ഉമ്മാടെ ഒപ്പം കൂടി കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാൻ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കാസർഗോഡത്തെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.
എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയും ഡേ ഇൻ മൈ ലൈഫും ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ ബൈ.